ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അനസ് മോനു വ്ളോഗ്. ഇന്നൊരു കുക്കിംഗ് റെസിപ്പി ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക. വളരെ ഈസിയും ടേസ്റ്റിയുമായിട്ട് അമ്പഴങ്ങ എങ്ങനെ അച്ചാറിടാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നല്ല ഫ്രഷ് ആയിട്ടുള്ള അമ്പഴങ്ങ കിട്ടിയിട്ടുണ്ട്. അത് നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് ഉപ്പ് കുടഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു ദിവസം മുഴുവൻ ഉപ്പ് കുടഞ്ഞ് വെച്ച് പിറ്റേ ദിവസമാണ് അച്ചാർ തയ്യാറാക്കിയെടുക്കുന്നത്. അച്ചാർ തയ്യാറാക്കിയെടുക്കുന്നതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി വരുന്ന സമയത്ത് ഇഞ്ചിയും പച്ചമുളകും ചതച്ചത് ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇഞ്ചിയും പച്ചമുളകും മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. വെളുത്തുള്ളി ഒന്ന് കുക്കായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് മസാലകളെല്ലാം ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. കളർ കിട്ടുന്നതിനായിട്ട് കുറച്ച് കാശ്മീരി മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടികളെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. പൊടികളുടെ പച്ചമണം മാറി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. പൊടികളുടെ പച്ചമണം മാറി വന്നതിന് ശേഷം ഇതിലേക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ഉപ്പ് കുടഞ്ഞ അമ്പഴങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. അമ്പഴങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. രീതിയിൽ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഉപ്പ് കുറവുണ്ടെങ്കിൽ ഈ ടൈമിൽ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഉപ്പ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് യോജിപ്പിക്കാൻ ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് സുറുക്കയാണ്. ആവശ്യത്തിന് സുറുക്ക കൂടി ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിന് മുകളിലേക്ക് കുറച്ച് കായംപൊടി കൂടി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു അച്ചാർ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുതേ. സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ ചോറിൻ്റെ കൂടെ ഇതുപോലെ നമ്മൾ തയ്യാറാക്കി കൊടുത്തു വിടുകയാണെങ്കിൽ അവർക്ക് ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ. പുതിയ കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും നിങ്ങളുടെ ഫാമിലിയിലേക്കും സുഹൃത്തുക്കളിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ.
നല്ല നല്ല റെസിപ്പികളും ടിപ്സുകളും ഒക്കെ നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പം നമ്മുടെ അമ്പഴങ്ങ കൊണ്ടുള്ള അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ രീതിയിൽ അച്ചാർ തയ്യാറാക്കി നമ്മൾ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ ഒരുപാട് കാലം കേടുകൂടാതെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. Bye.